വേദിയുടെ അധ്യക്ഷൻ, മലയാളം ഫൗണ്ടേഷന്റെ ചെയർമാനായ മലയാളഭൂമി ശശിധരൻ നായർ, ഉദ്ഘാടകൻ പ്രശസ്ത തിരക്കഥാകൃത്തും നടനുമായ ശ്രീ മാടമ്പ് കുഞ്ഞുകുട്ടൻ അവർകൾ, മുഖ്യാതിഥി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ശ്രീ എസ് ഗോപിനാഥ് IAS അവർകൾ, മാതൃഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ ശ്രീ MP സുരേന്ദ്രൻ, ഇഷയമണി വൈദ്യനാഥ ഭാഗവതർ അവർകൾ, അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ സർ, ശ്രീ പ്രിയനന്ദൻ അവർകൾ, പ്രൊഫസർ പറമ്പിൽ ജയകുമാർ, ശ്രീ ഗായത്രി തുടങ്ങിയ എല്ലാ വിശിഷ്ട അതിഥികളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വന്ദേ ശ്രീ നയനോൽപലസ്യ ശശീനം ശേഷാചലാധീശ്വരം ബ്രഹ്മാദ്യർച്ചിത പാദപത്മയുഗളം ലോകൈക നേത്രോൽപലം. യശസ്സും അഭിവൃദ്ധിയുമാർന്ന ഒരു രാജ്യം മുന്നോട്ടു പോകണമെങ്കിൽ എല്ലാ പൌരന്മാരും എക്കാലത്തും ഊർജ്ജസ്വലരാകണം. മികച്ച ഭാവിയെ ലക്ഷ്യമിട്ട് ദിശാബോധമുള്ള തലമുറയെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശശുദ്ധിയോടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തന വിജയം കൈവരിച്ച് പ്രതിഭകളെ മലയാളം ഫൗണ്ടേഷൻ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുന്ന ചടങ്ങാണ് ഇന്നിവിടെ അധ്യക്ഷവേദിയിലും പുറത്തുമായിരിക്കുന്ന ബഹുമാന്യരായ മിത്രജനങ്ങളെ, നിങ്ങൾക്ക് എൻ്റെ സാഷ്ടാംഗ നമസ്കാരം. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലയാളം ഫൗണ്ടേഷൻ എന്ന സംഘടന കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മുംബൈയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കലയുടെയും സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും ഒപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളടക്കമുള്ള സമൂഹത്തിലെ വിവിധ മേഖലകളിലൊക്കെ തന്നെ വ്യത്യസ്തമായ രീതിയിൽ ഇടപെടുന്ന ഒരു സംഘടന എന്ന രീതിയിൽ മുംബൈയിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് മലയാളം ഫൗണ്ടേഷൻ. അത് ആദ്യമായിട്ട് കലയുടെ സംസ്കാരത്തിന്റെയൊക്കെ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ അനുമോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ മെയിൻ സ്ട്രീമിൽ വരാതെ, അതല്ലെങ്കിൽ പ്രസിദ്ധിയോ മറ്റ് പലതും മോഹിക്കാതെ സ്വജീവിതം സാമൂഹിക പരിഷ്കരണ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുക എന്ന സതുദ്ദേശത്തോടു കൂടി ഈ വർഷം മുതൽ മലയാള ഫൗണ്ടേഷൻ ഒരു പുരസ്കാര ദാനം നിശ്ചയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 6 പേരെ തിരഞ്ഞെടുക്കുകയും അവർക്കുള്ള പുരസ്കാര സമർപ്പണ ചടങ്ങാണ് ഇപ്പോൾ ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാധ്യനായ നമ്മുടെ മുഖ്യ അതിഥി, മലയാളത്തിന്റെ അനുഗ്രഹീത കവിയുമായ ശ്രീ മാടമ്പ് കുഞ്ഞുകൃഷ്ണൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികള്, സംപൂജ്യരായ ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, വളരെ സുദീർഘമായ ഒരു സ്വാഗത പ്രസംഗം ഇവിടെ നടന്നു കഴിഞ്ഞു. മലയാളം ഫൗണ്ടേഷന്റെ ജന്മജാതമായ ജീവിത ദൗത്യത്തെക്കുറിച്ച് ആമുഖ പ്രഭാഷകൻ വളരെ വിശദമായി തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ വീണ്ടും ആ ഒരു ശ്രമം ഒരധിക പ്രസംഗമായിരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വളരെ കാലിക പ്രസക്തമായ 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആമുഖ പ്രസംഗം അവസാനിപ്പിക്കാം. അതിതാണ്, ഓരോ നാടിനും അതിൻ്റെതായ ഒരു താളവും തനിമയുമുണ്ട്. ആദരണീയരായ ഗുരുജനങ്ങളെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹത്വ്യക്തികളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരുപക്ഷെ സാംസ്കാരിക നഗരിയായ തൃശ്ശൂരിൽ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇത്ര ഹ്രസ്വമായ ഒരു അധ്യക്ഷ പ്രസംഗം കേൾക്കാൻ പോകുന്നത്.
ഇശയമണി ശ്രീ വൈദ്യനാഥ ഭാഗവതർ അവർകൾ. അഡ്വക്കേറ്റ് ശ്രീ ഭൂപേഷ് ബാബു. ഗുരുകാരണവന്മാർക്ക് സാഷ്ടാംഗ നമസ്കാരം. ഈ ശ്രേഷ്ഠമായ സദസ്സിന് അന്തരാഭിവാദ്യം. അല്പം അപ്രിയമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്താം. മലയാള ഭാഷയുടെ ഭാവി അത്ര ശോഭനല്ല, ഒരു സംശയമില്ല. സംസ്കൃത സർവകലാശാലയുടെ ഒരു ഭാഗം ഇവിടെ മലപ്പുറത്തും ഇവിടെയൊക്കെ സ്ഥാപിക്കുന്നതിന് സാധിക്കാതെ കണ്ട്, തുഞ്ചൻ പറമ്പിലും സാധിക്കാതെ കണ്ട്, തുഞ്ചൻ പറമ്പിൽ ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ്റെ പ്രതിമ വയ്ക്കാൻ തന്നെ നമുക്ക് എതിർപ്പുണ്ട്. നമ്മുടെ മന്ത്രിക്ക്, വിദ്യാഭ്യാസ മന്ത്രിക്ക് ഗംഗ എന്ന് പറയുന്നത് തന്നെ അയിത്താണ്. മലയാള ഫൗണ്ടേഷൻ ഒരുക്കുന്ന ഈ ചടങ്ങിൽ ആദ്യമായി പുരസ്കാരം നൽകുന്നത് സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു പ്രതിഭയ്ക്കാണ്. സ്വന്തം പ്രവർത്തനം കൊണ്ട് സമൂഹത്തിനൊട്ടാകെ മാതൃകയും പ്രചോദനവുമായ ഇദ്ദേഹം മറ്റാരുമല്ല, നമ്മുടെ ഗിരിജാവല്ലഭൻ സാറാണ്. സാഹിത്യരംഗത്തിന് പുറമെ പൊതുപ്രവർത്തന രംഗത്തും സംഘടനാ രംഗത്തും തന്റെ വൈഭവം തെളിയിച്ച ഇദ്ദേഹം 4 പതിറ്റാണ്ട് കാലത്തോളമായി കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ അനിഷേധ്യ നേതാവായി പ്രവർത്തിച്ചു വരുന്നു. പൊതുപ്രവർത്തനം, സംഘടനാ പ്രവർത്തനം, സാഹിത്യം എന്നീ മേഖലകളിൽ തന്റെ പ്രാഗൽഭ്യം തെളിയിച്ച് ശ്രീ ഗിരിജാവല്ലഭൻ സാറിനെ മലയാളം ഫൗണ്ടേഷൻ നൽകുന്ന ഈ പുരസ്കാരം ഏറ്റുവാങ്ങാനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. രാധിതി ശ്രീ മാടമ്പ് കുഞ്ഞുകുട്ടൻ അവർകൾ ശ്രീ ഗിരിജാവല്ലഭൻ സാറിന് മലയാളം ഫൗണ്ടേഷന്റെ 2011 പുരസ്കാരം നൽകുന്നു. ഈ അടുത്തതായി പുരസ്കാരം നൽകുന്നത് കവി, ഗാനരചയിതാവ്, നടൻ, നാടകപ്രവർത്തകൻ, പത്രപ്രവർത്തകൻ, പങ്ക്തി എഴുത്തുകാരൻ, സംഘാടകൻ എന്നീ നിലകളിൽ തന്റെ വൈഭവം തെളിയിച്ച ഒരു കലാകാരനാണ്. അദ്ദേഹം മറ്റാരുമല്ല, ശ്രീ നാണപ്പൻ മഞ്ഞപ്രയാണ്. ഗ്രാമരത്നം, മലയാള ഭൂമി, അക്ഷയപ്രപഞ്ചം, മറുനാട് എക്സ്പ്രസ് എന്നിവയിൽ സഹപത്രാധിപരും മുഖ്യ പത്രാധിപരുമായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഇദ്ദേഹം ഇപ്പോൾ വൈറ്റ് ലൈൻ വാർത്തയിൽ സഹപത്രാധിപരായി സേവനമനുഷ്ഠിക്കുന്നു. 4 പതിറ്റാണ്ട് കാലത്തോളമായി മുംബൈയുടെ കലാ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായ ശ്രീ നാണപ്പൻ മഞ്ഞപ്രയെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇദ്ദേഹത്തിന് പുരസ്കാരം നൽകുന്നതിനായി അനുഗ്രഹീത സംഗീതജ്ഞൻ ശ്രീ ഇശയമണി വൈദ്യനാഥ ഭാഗവതർ അവർകളെയും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. നന്ദി. ഇദ്ദേഹത്തിനെ മുംബൈയിലെ കുഞ്ഞുണ്ണി മാഷ എന്നാണ് മുംബൈ നിവാസികൾ വിശേഷിപ്പിക്കാറുള്ളതെന്നുള്ളതും ഈ പത്രപ്രവർത്തന രംഗത്ത് കഠിനാധ്വാനത്തിലൂടെ പ്രവർത്തന വിജയം കൈവരിച്ച് മികവുറ്റ നേട്ടങ്ങൾ കരസ്ഥമാക്കിയ ഒരു പ്രതിഭയ്ക്കുള്ള പുരസ്കാര സമർപ്പണമാണ് വേദിയിൽ അടുത്തത്. സത്യമുള്ള വാർത്തകളെ ഒട്ടും വളച്ചൊടിക്കാതെ, കച്ചവടവൽക്കരിക്കാതെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ദൌത്യം സ്വന്തം കടമയും കർത്തവ്യവുമായി മാറ്റിയ ഈ പ്രതിഭ മറ്റാരുമല്ല, ശ്രീ കാട്ടൂർ മുരളിയാണ്. മുംബൈയിൽ ജനിച്ച് മലയാളം പഠിച്ച് മറുനാട്ടിലെ മലയാള പത്രപ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഏക മലയാളിയാണ് ശ്രീ കാട്ടൂർ മുരളി. മുംബൈ മഹാനഗരത്തിന്റെ മുക്കും മൂലയും രഹസ്യങ്ങളും പരിചയസമ്പന്നനായ ഈ പത്രപ്രവർത്തന ഹൃദയസ്ഥമാണ്. മാത്രമല്ല, ബോംബെ രവി എന്ന മികച്ച കലാകാരനെ തന്റെ അഭിമുഖത്തിലൂടെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തതും ഇദ്ദേഹമാണ്. പത്രപ്രവർത്തന രംഗത്ത് പ്രതിഭ തെളിയിച്ച ശ്രീ കാട്ടൂർ മുരളിയെ മലയാളം ഫൗണ്ടേഷന്റെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ഇദ്ദേഹത്തിന് പുരസ്കാരം നൽകി ആദരിക്കുന്നതിനായി മാതൃഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ ശ്രീ MP സുരേന്ദ്രൻ അവർകളെയും ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ഇതോടുകൂടി തന്നെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. മലയാളം ഫൗണ്ടേഷന്റെ അടുത്ത പുരസ്കാരം
ചെറിയൊരു പ്രസിദ്ധീകരണം വഴി മാധ്യമപ്രവർത്തനം നടത്തുന്ന വ്യത്യസ്തനായ ഒരു പ്രതിഭയ്ക്കാണ്. വെല്ലുവിളികളെയും പ്രയാസങ്ങളെയും അതിജീവിച്ച് കഴിഞ്ഞ 22 വർഷമായി ഒരു ലക്കം പോലും മുടങ്ങാതെ തന്റെ നവകം എന്ന മാസിക ഇദ്ദേഹം മലപ്പുറത്തെ അയങ്കലത്ത് നിന്നും പ്രസിദ്ധീകരിച്ചു വരുന്നു. പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വയ്ക്കാതെ ലക്ഷ്യം കാണുന്നതുവരെ ഉത്തിഷ്ഠതയോടെയും ജാഗ്രതയോടെയും പ്രവർത്തിക്കുന്ന നവകം പത്രാധിപർ ശ്രീ CS പണിക്കരാണ് ഈ നേട്ടത്തിന് അർഹനായിട്ടുള്ള പ്രതിഭ. ശ്രീ CS പണിക്കർ അവർകളെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങാനായി ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് ഈ പുരസ്കാരം നൽകി ആദരിക്കുന്നതിനായി മധ്യമേഖലാ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ശ്രീ S ഗോപിനാഥ് IPS അവർകളെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. എഴുത്തുകാരൻ എന്ന തൂലികയില്ലാതെ മറുനാട്ടിൽ നിന്നുകൊണ്ട് പുസ്തക പ്രസാധനം നടത്തി വിജയിക്കുക എന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. അക്ഷീണ പരിശ്രമവും നിശ്ചയദാർഢ്യവുമുള്ള ഒരു പ്രതിഭയ്ക്ക് മാത്രമേ ഈ മേഖലയിൽ പ്രവർത്തന വിജയം കൈവരിക്കാനാവൂ. കഠിനാധ്വാനത്തിൽ പുസ്തക പ്രസാധനം നടത്തി വിജയം കൈവരിച്ച് പരിശ്രമത്താൽ നേടാനാകാത്തതായി ഒന്നുമില്ല എന്ന് തെളിയിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മുംബൈ മലയാളികളുടെ പ്രത്യേകിച്ചും പ്രിയങ്കരനായ പാമ്പുങ്ങൽ പബ്ലിക്കേഷൻസിന്റെ തലപ്പത്തിരിക്കുന്ന ശ്രീ മുണ്ടൂർ രാജൻ അവർക്കാണ് പുരസ്കാരം നൽകുന്നത്. മലയാളം ഫൗണ്ടേഷന്റെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങാനായി ശ്രീ മുണ്ടൂർ രാജനെ അദ്ദേഹത്തിന് ഈ പുരസ്കാരം നൽകി ആദരിക്കുന്നതിനായി കേരള ജ്യോതിഷ പരിഷത്തിന്റെ പ്രസിഡന്റ് ആയ അഡ്വക്കേറ്റ് ശ്രീ AU രഘുരാമ പണിക്കരെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ഒരു ഒറ്റയാൾ പട്ടാളമാണ് എന്ന് പറയപ്പെടുന്നു. ദൃശ്യമാധ്യമ രംഗത്തിന് ഏറെ പ്രസക്തിയുള്ള ഈ കാലഘട്ടത്തിൽ ഒരാശയം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും നല്ല വഴി സിനിമയാണെന്ന് തന്റെ ആദ്യ ചിത്രത്തിലൂടെ തെളിയിച്ച് നമുക്ക് എല്ലാവർക്കും പരിചിതനായ ഒരു പ്രതിഭയാണ് ശ്രീ അരവിന്ദൻ നെല്ലുവായ്. 15 വർഷത്തോളമായി മലയാള സിനിമ രംഗത്തെ എത്തി ലോഹിതദാസ് തുടങ്ങി മറ്റു പല പ്രമുഖ സംവിധായകർക്കൊപ്പവും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായി പ്രവർത്തിച്ച് ശ്രീ അരവിന്ദൻ നെല്ലുവായുടെ ആദ്യ സംവിധാന സംരംഭമാണ് ഇന്നലെയെ തേടി എന്ന ചിത്രം. ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാനുഷിക മൂല്യങ്ങളെക്കുറിച്ചും പ്രകൃതി സ്നേഹത്തിനെക്കുറിച്ചും തന്റെ ആദ്യ ചിത്രത്തിലൂടെ അരവിന്ദൻ നെല്ലുവായ് ഹൃദയസ്പർശിയായി ചിത്രീകരിച്ച് നമുക്ക് കാണിച്ചു തരുന്നു. ഇന്നലെ തേടി എന്ന ചിത്രത്തിന്റെ രചയിതാവും സംവിധായകനുമായ നമ്മുടെ പ്രിയങ്കരനായ ശ്രീ അരവിന്ദൻ നെല്ലുവായ്ക്കുള്ള പുരസ്കാര സമർപ്പണ ചടങ്ങാണ് ഇനി. മലയാളം ഫൗണ്ടേഷൻ നൽകുന്ന ഈ പുരസ്കാരം ഏറ്റുവാങ്ങാനായി ശ്രീ അരവിന്ദൻ നെല്ലുവായെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് ഇത് നൽകാനായി തൃശൂർക്കാരുടെ അഭിമാനവും നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനുമായ ദേശീയ അവാർഡ് ജേതാവ് കൂടിയായ സംവിധായകൻ ശ്രീ പ്രിയനന്ദനൻ അവർകളെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. കരഘോഷങ്ങളോടുകൂടി തന്നെ നമുക്ക് ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാം. ശ്രീ അരവിന്ദൻ നെല്ലുവായ് മലയാള ഫൗണ്ടേഷൻ നൽകുന്ന 2011